ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, ഒരു പ്ലാനിങ് ഇല്ലാത്ത വീഡിയോ ആണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് 6 o'clock to 11:30 വരെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ടൈം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിനി 3 o'clock ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പുറത്ത് പോകാമെന്നൊരു ഐഡിയയിൽ ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോവുകയാണ്. പക്ഷേ പ്ലാനിങ് ഒന്നുമല്ല, എവിടെ പോകണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് എവിടെ പോകാൻ ഞങ്ങൾക്ക് തോന്നുന്നു, ആ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് എവിടെ പോകാൻ തോന്നുന്നു അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോ വഴിയേ കാണാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, എന്താ ഒരു മാരേജിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ട്, ഇതൊക്കെ കണ്ടില്ലേ. അവൾ കുറേ നേരമായി നമ്മളായിട്ട് കളിക്കാൻ നിൽക്കണേ. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചേച്ചി ചേച്ചി ഇത് വിളിക്കുന്നുണ്ട്, നമുക്ക് കാട്ടണം. അത് കുറേ നേരമായി. ഇപ്പൊ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായോണ്ടാണ് ഇപ്പൊ അങ്ങനെ നിക്കണത്. നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണിക്കുന്നില്ല. ബൈ. അപ്പോൾ ബാക്കി വീഡിയോ പോകുന്ന വഴിക്ക് കാണാം. ബൈ. നമ്മള് ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. നടന്നാ വന്നത്. അപ്പോൾ നടക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാ ദിവസവും കാണും, എന്നും കാണുന്നത് നമ്മുടെ വീഡിയോയിൽ എന്നും നടക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം വിചാരിച്ച് അതൊന്നും ഇനി എടുക്കണ്ട. ഇനി ബസ് കയറിയിട്ട് അപ്പം എന്തായാലും ഞങ്ങൾ ബസ് കയറിയിട്ട് അറിയിക്കാം. അതാ വരുന്നു ബസ്. അല്ലടി, അത് തിരുവനന്തപുരം. നമ്മളെപ്പോഴത്തെ കോസ്റ്റ്യൂം ഇട്ടായിരുന്നു ഇവിടെ ഇറങ്ങിയത് ഗൈസ്. തമ്പാനൂർ എത്തി കറക്റ്റ്. അപ്പോൾ ഇനി അടുത്ത്, അതായത് തമ്പാനൂർ കഴിഞ്ഞിട്ടാണ് ഈസ്റ്റ് റോഡ്. ആ ബസ്സിൽ ഞങ്ങൾ കയറി. ഡയറക്റ്റ് ഈസ്റ്റ് റോഡ് ബസ്സിലല്ല കയറിയത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് ഈസ്റ്റ് റോഡാണ്. തമ്പാനൂർ ബസ് സ്റ്റോപ്പിന് അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാനാണ്. കോട്ട് പുതിയൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു കൊട്ടാരാന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ ആയിട്ട് പോലും ആ കൊട്ടാരത്തിനെ പറ്റി എനിക്കൊരു അറിവുമില്ല. പക്ഷെ എന്തായാലും വഴിയൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് ആ സ്പോട്ട് കണ്ടിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണെന്നാണ് പറയണത്. എന്തായാലും ഇവിടെ മൊത്തം പഴയ ബിൽഡിങ്, അത് ചെറിയ ചെറിയ മാളുകളാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്തായാലും നോക്കാം. ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഈസ്റ്റ് കോട്ട് ഇറങ്ങി പത്മനാഭ ക്ഷേത്രത്തിൻ്റെ സൈഡ് വഴി വന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കാണാമായിരുന്നു. ഇതാണ് അതിൻ്റെ ഫസ്റ്റ്. നമ്മുടെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചിത്രാലയം ഒരു മ്യൂസിയമാണ്. ഇതാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 3 മണി to 5 PM. ഗൈസ് എന്നാൽ നമുക്ക് കയറാം. ബോട്ടിംഗ് പോകാറല്ലേ? എൻ്റെ സ്ഥലം തന്നെ എവിടെയാ? അരുമാനൂർ. തിരുപുറം. ഇതാണ് ഫ്രണ്ട് പോർഷൻ, കണ്ടില്ലേ? നമുക്ക് എന്താന്നുള്ള അറിയില്ല, എന്തായാലും നമുക്ക് പോയോ. ചിത്രാലയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ഇവിടെ എൻട്രി പാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും പോയോ നോക്കാം. അവിടെ ഊഞ്ഞാല കണ്ട ആണ് അത് ഞങ്ങൾ പറഞ്ഞ കൊട്ടാരം. ഒരു പഴയ തനിമൊരു തറവാട്, പണ്ടത്തെ
വീട് പോലെയൊക്കെ ഉണ്ട്. എന്താണെന്നൊന്നും നമുക്ക് പിടുത്തില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് പോയി നോക്കാം. വന്ന് അപ്പം നമ്മളവിടെ കണ്ട പോലെ തന്നെയാണ്. ടിക്കറ്റ് എടുത്തെങ്കിലാണ്. പക്ഷേ ഇനി നമുക്ക് മോർണിംഗ് 9 to 1 o'clock വരെയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ 2 o'clock മുതൽ 3 o'clock മുതൽ 2 മണിക്ക് 3 മണിക്ക് എന്നല്ല പറഞ്ഞേ. 3 മണി മുതലാണ് ഗൈസ് അപ്പോൾ ഇവിടെ ഉള്ളത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും പറ്റില്ല. 3 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റും. ക്യാൻസൽ. നമ്മൾ പോകുന്ന എല്ലാം ക്യാൻസലാണ്. കുഴപ്പമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം വന്നാൽ നമുക്ക് അറിയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി പ്രശ്നമില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും ഓക്കെ ആക്കാം. അവർ ഫോട്ടോ എടുക്കണം. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ അവർ നമ്മളെ നോക്കണം. ഫോട്ടോ എടുത്തതെന്നാണ് അവർ പറയണേ. തമ്പി പേര് ചൊല്ലേ. തമ്പി പേര് ചൊല്ലേ. ഇനി 2 മണിക്കോ 3 മണിക്കോ ശേഷം ടിക്കറ്റ് കൊടുക്കാം. അപ്പോൾ അതുവരെ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. കുഴപ്പമില്ലായിട്ട് നല്ല കൂളിംഗ് ആണ്, തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിക്കുന്നതായിരിക്കും. മഴ നല്ല തെറ്റി കുട്ടികളെ കണ്ട് അത് വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ആയിട്ടില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒക്കെ വന്ന് കണ്ടുപോയിന്ന്. ഇത് നമ്മൾ പാലക്കാട് ഒരു മനയിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ മനൻ്റെ ഒരു ചെറിയൊരു ഫീലിംഗ് വരുന്നു കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. ഓക്കെ പോയോക്കാം. ഇവിടെ ജസ്റ്റ് കാണാനൊന്നുമില്ല. കുതിരമാളിക കേട്ടോ. കുതിരയുണ്ട്. കുതിരമാളികാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയൂല. കാണുമ്പോൾ നമുക്കൊരു പേരുണ്ട്. എന്തേ നമുക്കൊരു പേടി തുടങ്ങി. വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിക്കണ്. നമ്മളിപ്പോൾ എന്തായാലും നമുക്ക് ടൈം ആയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ 3 ടൈപ്പ് ഓഫ് ടിക്കറ്റാണ്. ഫുള്ള് കാണുന്നതിന് 100 രൂപ, അതിൽ ചിത്രമാളിക മാത്രം കാണുന്നതിന് 35 രൂപ, അല്ലാതെ കുതിരമാളികയും വേറെ മ്യൂസിയം കാണുന്നതിന് 75 രൂപ ഈ ടിക്കറ്റാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾ വിചാരിച്ച് 100 രൂപയ്ക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഫ്രണ്ട് പോസ്റ്റ് കാണിച്ചിട്ട് ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇവർക്ക് കയറുന്ന ഭാഗം ഇതൊക്കെ അടിപൊളി വ്യൂ ട്ടാ. പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ആ കുറച്ച് കാണാൻ പറ്റുണ്ടല്ലേ. നല്ല രസം കേട്ടോ. കണ്ടില്ല, ഒരു ഗാർഡൻ മതി. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഡാൻസ് ഇതൊക്കെ അവിടെ കണ്ടില്ലേ. ഡാൻസൊക്കെ കളിക്കുന്ന റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. നമുക്ക് ഇവിടുന്ന് 2 പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ എടുക്കാനൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ആൽബിയ.
ബബിയ രണ്ടുപേരും കോട്ടയത്തുള്ളവരാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നമ്മളൊരു 2 കുട്ടികളെ നമ്മൾ പരിചയപ്പെട്ട്. അവർ കോട്ടയത്തുള്ളവരാണ്. ഞങ്ങളൊരു സിസ്റ്റേഴ്സ് പോലെയാണ് നമ്മളുടെ കമ്പനി ആയതും. മിക്ക ഫോട്ടോസ് എടുത്തുന്നത് അവരാണ്. ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മിങ്കിളാവാൻ പറ്റിയിട്ട് അവര് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അറിയാത്തവര് അങ്ങനത്തെ ഒരാണെങ്കിൽ പോലും അവരൊന്നും കാണിക്കാൻ ഓക്കെ ഒരു ഹായ് ബൈ. പക്ഷെ ഞങ്ങൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചു. അവരും ഇങ്ങോട്ട് എന്തായാലും അവരെന്തായാലും ഈ വീഡിയോ കാണുന്ന ഉറപ്പാണ്. അവർ ഈ വീഡിയോ കാണും. അപ്പോൾ അവർക്ക് എന്തായാലും ഞങ്ങളുടെ രണ്ടുപേരും ഒരു സ്പെഷ്യൽ ബിഗ് താങ്ക് യു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഒരു ദിവസം തന്നെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഇറങ്ങിയ നമ്മൾ 12:15 നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോന്റെ ആദ്യം തന്നെ നമ്മളൊരു പ്ലാനിങ് ഇല്ലാത്തൊരു വീഡിയോ ആണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും ഏറ്റവും അടിപൊളി ആവാ എന്ന് തോന്നുന്നുണ്ട്. വിചാരിച്ചിട്ട് പോലില്ല. ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോയതെല്ലാം ഫ്ലോപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് ഫോർട്ട് വരെ പോവാ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് ബ്ലസ്സിയുടെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സ്പോട്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് അവളാണ് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള റെക്കമെൻഡേഷൻ ചെയ്തത്. അവൾക്ക് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചെറിയൊരു കൊട്ടാരം മാതിരി എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് എന്താ പറയുക നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ് ഗൈസ്. ഇവിടെ വെയിലില്ല, ഒരു തണുത്തൊരു അന്തരീക്ഷമാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ചൂടൊന്നുമില്ല. അന്ന് ഞങ്ങൾ മ്യൂസിയത്തിൽ പോയപ്പോഴത്തേക്കും നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ അവിടെ തണലുണ്ടെങ്കിൽ പോലും ആ ചൂട് കാരണം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നല്ല പീസ്ഫുള്ളാണ്, വേറെ ആരുമില്ല. ഇവിടെ നമ്മൾ തോന്നണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ല തോന്നുന്നു. കാരണം അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേര് മാത്രമാണ്. ഞങ്ങളിപ്പോൾ കോട്ടയത്ത് നിന്ന് പരിചയപ്പെട്ട അവർ പറഞ്ഞത് നമ്മളുടെ ഗൂഗിളിൽ നോക്കിയിട്ട് വന്നതാണ്. പക്ഷെ നമ്മളിത് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ എത്തിയത്. എന്തായാലും ഞങ്ങൾക്ക് അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളി സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.